തനിക്കൊരു കുറവുമില്ല എന്ന് ആരെല്ലാമോ പറഞ്ഞ് തനിക്കുള്ള ഇല്ലായ്മകളെ സ്വയം അറിയാതെയും അറിയിക്കാതെയും നോക്കിയ മഹാ അപകടതയുടെ പൊട്ടിത്തെറിക്കലായിരുന്നു ആ കരച്ചിൽ. ഒരു ശില്പലഭ്യതയില്ലായ്മ മാത്രമായിരുന്നില്ല അത്. ഏകാന്തതയുടെയും അവഗണനയുടെയും അലസതയുടെയും അറിവില്ലായ്മയുടെയും പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ആരെല്ലാമോ പറഞ്ഞും പഠിച്ചും വച്ചിരുന്ന അതിസങ്കീർണതയുടെ വെളിപാട് കൂടിയായിരുന്നു. ഉൾത്തല മുതൽ ഉൾക്കാല് വരെ ആഞ്ഞു തറച്ചിരുന്ന ഉള്ളൊരുക്കിന്റെ ഒരു ശിഥിലീകരണം സംഭവിക്കലായിരുന്നു. അധിക നേരം കരയാനുണ്ടായിരുന്നു സിന്ദൂരയ്ക്ക്. ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത കരച്ചിലുകൾക്ക് കിട്ടുന്ന അന്ത്യം ആദ്യന്തം ആശ്വാസപ്രദമായിരിക്കും. ഹൃദയ വിമലീകരണം അത്രയേറെ സുഖദായകമാണ്. അവൾ എഴുന്നേറ്റ് കരഞ്ഞു കലകിയ കണ്ണുകളിലൂടെ കണ്ണാടി കാട്ടിക്കൊടുത്ത ചിത്രം നോക്കിക്കണ്ടു. 20ാമത്തെ വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് പദമൂന്നിയ തന്നെയായിരുന്നു അവൾ അവസാനമായി കണ്ടത്. പിന്നെ വന്ന ആ വലിയ മാറ്റം അവൾ തന്നിലേക്ക് തന്നെ നോക്കി കാണുകയായിരുന്നു. അശ്രദ്ധ കൊണ്ട് നിറം മങ്ങിപ്പോയ ഒരു പാഴ് വിഗ്രഹമായിരുന്നു താൻ. വേണ്ട പരിചരണം കൊടുക്കാതെ, കുറവുകൾ തീർക്കാതെ കേടുവന്ന ശില്പം.